നമസ്കാരം. പ്രണയം പൂത്തുലഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ രാത്രി കൃത്യമായി പറഞ്ഞാൽ 1:30 പ്രണയം മൊട്ടിട്ട് വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ മനുഷ്യനെ ഉറക്കാൻ സമ്മതിക്കാതെ രാത്രി 1 മണിക്ക് ശേഷമാണ് ഇവർ കണ്ടന്റ് കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രി 1:30 ഈ പറയുന്ന ഗബ്രിയേലും, അതായത് എനിക്ക് ഒരാളെ സ്നേഹിക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്ന് വീരവാദം വിളിച്ച ഗബ്രിയേലും ജാസ്മിൻ ജാഫറും നമ്മുടെ പെൺപുലിയായ ജാസ്മിൻ സാബറും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു കോൺവെർസേഷൻ. അതിൽ നമ്മൾ ഉടനീളം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് പോകുന്ന റൂട്ട് ഏത് വഴിയിലേക്കാണെന്ന്. ഗബ്രി അതിനകത്ത് എടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നോട് പ്രണയമാണോ, നിനക്കെന്നോട് ഇഷ്ടമാണോ എന്ന് ഗബ്രി അതിൽ ചോദിക്കുന്നുണ്ട്. അതിന് അവൾ കൊടുത്ത ഉത്തരങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഒരു ഉറങ്ങി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നിട്ട് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ എടുത്ത് വെറുതെ ലൈവ് നോക്കിയപ്പോഴാണ് ഈ നൂറ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവർ രണ്ടും അടുത്ത സൈഡിലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ വിഷയം പല വിഷയങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നൂറയുടെ അടുത്ത് ഈ പറയുന്ന ഗബ്രി പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു അമിതാക്കൾ തമ്മിലിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നീ എന്നെ സഹോദരനായിട്ട് കാണണം, ഞാൻ നിന്നെ സഹോദരനായിട്ടാണ് കാണുന്നത്. പിന്നീട് ജാസ്മിൻ നീ എന്നെ സഹോദരനായിട്ട് കാണണം, നീ എന്നെ ഇക്കാക്കയായിട്ട് കാണണം. അപ്പോൾ ഉടനെ ജാസ്മിൻ പറയും, എനിക്ക് ഇക്കാക്കയായിട്ട് കാണാൻ പറ്റത്തില്ല, ഞാനൊരു അനിയനായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഉടനെ ഈ പറയുന്ന ഗബ്രി ചോദിക്കുന്നു, നിനക്ക് എന്നോട് ഇഷ്ടമാണോ എന്ന് ഗബ്രി ചോദിക്കുമ്പോൾ ഇവള് ചിരിക്കുന്നു. ഗബ്രി അടുത്ത ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ, ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അപ്പം തന്നെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ അവരുടെ ആ വേ ഓഫ് ടോക്കിംഗ് വെച്ചാൽ വളരെ തമാശ മട്ടിൽ മനസ്സിലായി. ഈ കവിതാക്കൾ തമ്മിലിരുന്ന് ഒരു ഗ്ലോസിപ്പ് പഠിക്കുക, അതായത് പ്രണയത്തിലോട്ട് അടുക്കുകയാണ് രണ്ടുപേരും. ആ സമയത്തുള്ള ടോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം ഗബ്രി പറയുന്നു, എനിക്ക് പക്ഷെ പ്രണയം ആരോടാണ്, ഈ കിടക്കുന്ന നോറയോടാണ് എനിക്ക് പ്രണയം എന്ന് ഗബ്രി അവളെ ഒന്ന് പൊസസീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഉടനെ ഈ പറയുന്ന ജാസ്മിൻ പറയുന്നുണ്ട്, എന്താണ് അവൾക്ക് നിന്നെയും കാട്ടി നല്ല പയ്യനെ കിട്ടും എന്നും ഈ പറയുന്നത് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഈ പറയുന്ന നമ്മുടെ ഗബ്രി ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ഇവിടെ കണ്ടന്റ് ക്ഷാമമാണോ, നോട്ട് ദ പോയിന്റ്, നിനക്ക് ഇവിടെ കണ്ടന്റ് ക്ഷാമമാണോ, നീ ഈ ലവ് സ്ട്രാറ്റജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിനക്കിവിടെ കണ്ടന്റ് ക്ഷാമമാണോ? അതിനർത്ഥം ഗബ്രീന് മനസ്സിലായി ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ ഒരു ലവിലേക്ക്, അല്ലെങ്കിൽ തന്നോടൊരു ഇഷ്ടം ഈ ജാസ്മിൻ ഉണ്ട് എന്നുള്ള തരത്തിൽ ഗബ്രിക്ക് മനസ്സിലായി. അല്ലാതെ ഗബ്രി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് പിന്നീട് എന്താണ് കണ്ടന്റ് ക്ഷാമമാണോ, എന്തിനാണ് ഈ ലവ് ട്രാക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായി ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ കണ്ടന്റ് ക്ഷാമോ, എനിക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് വരെ എനിക്കിവിടെ കണ്ടന്റേ ഉള്ളൂ. ശരിയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം കണ്ടന്റിന് വേണ്ടിയിട്ടല്ല, പരിശുദ്ധമായ പ്രണയമാണ് എന്നല്ലേ ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് എന്നാണ് എൻ്റെ ഡൗട്ട്. മനസ്സിലായോ? അങ്ങനെ ആ കോൺവെർസേഷൻ തീരുന്നുണ്ട്, അങ്ങനെ ഉടനീളം പോകുന്നുണ്ട്. ഗബ്രി എഴിച്ചു പോകാൻ വേണ്ടി പോകുന്നു. വളരെ ഈ പറയുന്ന കാമുകിയുടെ അടുത്ത് നിന്ന് എഴിച്ചു പോകുമ്പോൾ ആ കാമുകിയുടെ ആ ഒരു വേദന ഈ പറയുന്ന ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ്റെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ പറഞ്ഞു, കുറച്ചു നേരം പോയിട്ട് ഇരി എന്ന് ജാസ്മിൻ പറയുന്നു. വീണ്ടും അവൻ വന്ന് തിരിച്ചിരിക്കുന്നു. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ നിർബന്ധിച്ചാലേ നീ ഇരിക്കത്തുള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞ 1:30-2 മണിയായി ഓർക്കണം. അതിനുശേഷം ഗബ്രി വീണ്ടും വേയിച്ചു പോകുന്നുണ്ട്. ജാസ്മിൻ ഗബ്രിയുടെ കൈ പിടിക്കുന്നത് ബലമായിട്ട് വാടാ ഇരിയിട. ആ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ മനസ്സിലാവും ഇവർ പോകുന്നത് ഒരു പ്രണയത്തിലേക്കാണ്. പോട്ടെ, പ്രണയം പൂത്തുലയട്ടെ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നല്ലൊരു പ്രണയം ഉണ്ടാകട്ടെ. ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്യുന്നത് പ്രണയം എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്നൊന്നുമല്ല. അതൊക്കെ വളരെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിട്ടുള്ള അവർ പ്രണയിക്കിട്ട് നമുക്ക് നല്ല കണ്ടന്റുകൾ കിട്ടും. മനസ്സിലായോ? എനിക്ക് ഇത്രയും പറയാം. അപ്പോൾ എന്തായാലും ഒരു പ്രണയം ബിഗ് ബോസ് മലയാളം സീസൺ 6 പൂത്തുലഞ്ഞത്. എത്ര കാലം ഇനി പൂത്ത് പടരുമോ, മുളയിലെ നുള്ളിക്കളയേണ്ടതായിട്ട് വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.